മോനെ ജോണിക്കുട്ട, താഴം കഴിക്കാൻ വാ മോനെ. എന്താ മോനെ നിങ്ങൾ ആരും ഒന്നും കഴിക്കാത്തത്? എടാ മോനെ, നീ എന്തിനാ വിഷമിച്ചിരിക്കുന്നത്? കഴിഞ്ഞത് കഴിഞ്ഞു. ഇനി കൊച്ചിതേപ്പറ്റി ഓർത്ത് വിഷമിക്കാതെ ചോറുണ്ണ. ആകെ ഒരു ശൂന്യതയാണമ്മേ. ഇങ്ങനെയൊക്കെ ആകുമെന്ന് ഞാൻ മനസ്സിൽ പോലും വിചാരിച്ചതല്ല. ഞാൻ കാരണം ആ കുട്ടി അനാഥയായി. ഞാനൊരു കാര്യം പറയട്ടെ, എൻ്റെ മനസ്സിൽ പോലും അങ്ങനെയൊന്നുമില്ല. എങ്കിൽ പോലും ഞാൻ ആ പെൺകുട്ടിക്കൊരു ജീവിതം കൊടുത്താൽ ഞാൻ ചെയ്ത തെറ്റിനൊരു പരിഹാരമാകുമോ? മോനെ, ആ കുട്ടിയുടെ അവസ്ഥയ്ക്ക് നീ തന്നെയാണ് കാരണം. അതൊന്നും മനഃപൂർവ്വം അല്ലല്ലോ. നീ വിഷമിക്കൊന്നും വേണ്ട. എന്തായാലും നമുക്ക് നാളെ മാളുവിനെ പോയി കാണാം. നമുക്കതിൻ്റെ പരിഹാരം ഉണ്ടാക്കാം എങ്ങനെയെങ്കിലും. നീ ഭക്ഷണം കഴിക്കടാ. നീ എന്താ ഗൗരി ഇത്ര താമസിച്ചേ? എൻ്റെ പൊന്നും മാളും അകത്ത് നല്ല തിരക്കായിരുന്നു. ഓ, അതെന്താണ് ഇത്ര തിരക്ക്? അറിയില്ല, എന്തേലും ആട്ടെ. നീ വാ, എനിക്ക് ഓൺലൈൻ ക്ലാസ് ഉണ്ട്. മാളു, നിന്റെ വിഷമമൊക്കെ മാറിയോടി? എൻ്റെ എടി, എൻ്റെ വിഷമങ്ങളൊക്കെ നിനക്കറിയാലോ. അത്ര പെട്ടെന്ന് മാറുമോ? നീ ആ പഴയ മാളുവാക്. കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു. പഴയതൊക്കെ ഓർത്തോണ്ടിരുന്നാൽ നമുക്ക് ജീവിക്കാൻ പറ്റുമോ? എടി, റിയാലിറ്റി നമ്മൾ അക്സെപ്റ്റ് ചെയ്തേ മതിയാകൂ. ആരും അറിഞ്ഞോണ്ട് ഇങ്ങനെയൊന്നും ചെയ്യലല്ലോ. എല്ലാ രാജ്യത്തും ഇങ്ങനെയൊക്കെയല്ലേ കോവിഡ് പടർന്നു പിടിച്ചത്. ക്വാറന്റൈൻ അയാൾ പാലിച്ചിരുന്നെങ്കിൽ ഞാനിപ്പോൾ അനാഥയാകുമായിരുന്നു. സംഭവിക്കാനുള്ളതൊക്കെ സംഭവിച്ചു. അല്ലെങ്കിലും ഇതിന്റെ പേരിൽ ആരെയും പഴി പറയാനൊന്നും പറ്റില്ലല്ലോ. രാവിലെ രണ്ടുപേരും അമ്പലത്തിൽ പോയതായിരിക്കും അല്ലേ? അതെയായിരുന്നു. ഒരു കാര്യം ചെയ്യ്, നിങ്ങളും കയറിക്കോ, ഞങ്ങൾ അവിടെ ഇറക്കാം. ഞങ്ങൾ ഏതായാലും മാളുവിനൊന്ന് കാണാനിരിക്കുകയായിരുന്നു. വേണ്ടേ അമ്മച്ചി, ഇവിടം വരെയല്ലേ ഉള്ളൂ. ഞങ്ങൾ നടന്നു പൊക്കോളാം. വാടി. എൻ്റെ മാളു, നീ ഒന്ന് കേറ്. നിന്നോട് ഈ പറഞ്ഞത് മുഴുവൻ വെറുതെ ആയോ? നീ അങ്ങ് മാറിയിരിക്കടി. കേറു മക്കളെ. മോൾക്ക് ഇപ്പോഴും ഇവനോട് ദേഷ്യമായിരിക്കും അല്ലേ? ഞങ്ങൾക്കത് മനസ്സിലാവും. മോളുടെ സ്ഥാനത്ത് ആർക്കാണെങ്കിലും അങ്ങനെയൊക്കെ തോന്നുന്നു. എൻ്റെ ഭാഗത്തുനിന്ന് കാര്യഗൗരവം അറിയാതെ ഒരു തെറ്റാണ് സംഭവിച്ചത്. മാളു എന്നോട് ക്ഷമിക്കണം. മോളെ, അവനോടൊന്ന് ക്ഷമിക്കുക. അവൻ അറിയാതെ ചെയ്തു പോയതാണ്. അവൻ അതേപ്പറ്റി ഒത്തിരി വിഷമമുണ്ട്. മോളെ, അവനോടൊന്ന് ക്ഷമിക്കും മോളെ. ശരി അമ്മച്ചി, കുഴപ്പമില്ല. എന്നാ ശരി മക്കളെ. അല്ല, നിങ്ങൾ ഇറങ്ങുന്നില്ലേ? വേണ്ട മോളെ, നിങ്ങൾ പറയാനുള്ളത് പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ടല്ലോ. ഇവിടെ അടുത്ത് തന്നെയല്ലേ, ഇടയ്ക്ക് എപ്പോഴേലും വരാമല്ലോ. ശരി. എന്നാ ശരി മക്കളെ. ശരി എന്നാ. ഹരിയേട്ടൻ വരുന്നുണ്ടല്ലോ. രാവിലെ രണ്ടുപേരോട് അമ്പലത്തിൽ പോയോ? ഹരിയേട്ടൻ ഇത് എവിടെ പോയതാ? ഞാൻ നിന്നെ കാണാൻ വേണ്ടി ഇറങ്ങിയതാ. നീ ഇങ്ങനെ സങ്കടപ്പെട്ട് നടന്നിട്ട് വല്ല കാര്യമുണ്ടോ?
നമുക്കിതൊക്കെ തുറന്നൊന്ന് ഉഷാറാക്കണ്ടേ? അപ്പോൾ നിൻ്റെ ഈ വിഷമമൊക്കെ ഒന്ന് മാറും. അപ്പോൾ നിൻ്റെ കുറേ പ്രശ്നങ്ങളൊക്കെ മാറിക്കോളും. നീ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കി, ഇങ്ങനെ സങ്കടപ്പെട്ടിരുന്നിട്ട് വല്ല കാര്യമുണ്ടോ? അത് നല്ലൊരു കാര്യമാണ്. നീ എത്ര നാളെന്ന് വെച്ചാ ഇങ്ങനെ ഇരിക്കുന്നത്? എടി, നമുക്ക് ജീവിതത്തിൽ ഓരോ പ്രതിസന്ധി ഘട്ടങ്ങളുണ്ടാവും. നമ്മൾ അതിനൊക്കെ അതിജീവിച്ച് വേണ്ടേ മുന്നോട്ട് പോകാൻ. പിന്നെ നമ്മളൊക്കെ ഓരോ പ്രതീക്ഷയിലല്ലേടി മുന്നോട്ട് പോകുന്നു. നീ ഒന്ന് ആലോചിച്ച് നോക്ക് കേട്ടോ. നീ ഒന്ന് പറഞ്ഞു കൊടുക്ക്. പിന്നെ ഞാൻ വേറൊരു കാര്യം പറയാം. എൻ്റെ ഒരു കൂട്ടുകാരനുണ്ട്, അവൻ ഈ ലോട്ടറിയുടെ ഒക്കെ ഒരു ഏജൻറ്റാണ്. അപ്പം ഞാൻ അവനോട് സംസാരിച്ചിട്ടൊക്കെ ഉണ്ട്. കാര്യം പറയാൻ, നമുക്ക് ഈ കടയൊക്കെ ഉണ്ടല്ലോ, നമുക്കിവിടെ ലോട്ടറി വെച്ച് കഴിഞ്ഞാൽ നമുക്കതൊരു ഇൻകം ആവും. നല്ല പരിപാടിയാണ്, നിങ്ങളൊക്കെ ഒന്ന് എൻഗേജ് ആവും. അപ്പം ഞാനത് പറഞ്ഞിട്ടുണ്ട്. നീ ഒന്ന് ആലോചിച്ച് നോക്ക്. അങ്ങനെയാണെങ്കിൽ നമുക്കൊന്ന് റെഡിയാക്കാം. അച്ഛൻ വരാറായി, ഞാൻ പോവാം. ഓക്കെ? ശരി ഏട്ടാ. നീ എന്തിനാ ഹരിയേട്ടനെ ഒഴിവാക്കുന്നത്? ഹരിയേട്ടന് നിന്നെ ഇപ്പോഴും ഇഷ്ടമാണ്. ഇനിയാണെങ്കിലും നീ ഒറ്റയ്ക്ക് ജീവിക്കണ്ടേ? അതെനിക്കറിയാം. പക്ഷേ ഹരിയേട്ടനെ പോലെയല്ല വീട്ടുകാർ. അമ്മാവനാണ് ഒരു ദുഷ്ടനാ. പിന്നെ കാശിൻ്റെ അഹങ്കാരം വേറെ. അപ്പോഴാ ഞാൻ ഈ 1.5 കാലുമായിട്ട് ചെല്ലുന്നത്. അല്ല, നിനക്കിന്ന് ഓൺലൈൻ ക്ലാസ് ഇല്ലേ? ആ, എന്നാ ചെല്ല്. എന്നാ ശരിയടി. ഓ, താക്കോല്. അച്ഛനെന്തെങ്കിലും സംഭവിച്ചാലും നമ്മുടെ കട നടത്തി മോള് മുന്നോട്ട് പൊയ്ക്കോണം. അച്ഛൻ വർഷങ്ങളായി കൊണ്ടു നടന്ന കടയാണ്. ആ കട എന്നും ഓൾക്കൊരാശ്രയമായിരിക്കും. കേട്ടോ മോളെ? എന്താ? ഒരു ചോദ്യമാൻ. ഇന്നാ നിങ്ങളൊന്ന് ഒച്ച വെച്ച കേൾക്കാൻ ആരുമില്ല. നീ ഒറ്റയ്ക്കാ, വെറും ഒറ്റയ്ക്ക്. വിറത്തണ്ടി. നിന്നെ പോലുള്ള ചെറ്റകൾ വരുമെന്ന് എനിക്കറിയാടാ. ഇതേ അടക്ക വെട്ടാൻ മാത്രമുള്ളതല്ല കേട്ടാ. നിന്റെ വല്യച്ഛൻ വിജയൻ ചേട്ടൻ ഞാനായിട്ട് കമ്പനി ആടി. നിന്നെ ഞാൻ പിന്നെ എടുത്തോളാടി. എടി, ഒരു വീഡിയോ ഇങ്ങനെടി. ഇന്നാ ാടി. ₹10. വില്ലേജിനാണ് നീ പൈസ ചോദിക്കുന്നത്? നിന്നെ സഹായിക്കാൻ ഈ വില്ലേജ് മാത്രമേ ഉള്ളൂ. പിന്നെ നീ വില്ലേജിനോട് പൈസ ചോദിക്കുന്നു? പിന്നെ കുടിച്ചു നടക്കുന്ന നിങ്ങളെ കൊണ്ടൊക്കെ എന്നാ പ്രയോജനം? കൊണ്ടേലും ഇല്ലേലും കണക്കാം. എൻ്റെ വലിച്ച, ഇവൾക്ക് നമ്മളല്ലേ ഉള്ളൂ. നമ്മൾ വേണ്ട ഇവൾക്ക് സപ്പോർട്ട് കൊടുക്കാൻ. വലിച്ച ഇങ്ങനെ കള്ളു കുടിച്ച് കൊടുക്കുന്ന ബഹളം ഉണ്ടാക്കാം. വന്നേ, നീ പോടാ. നീ ഒരു മുറച്ചിറങ്ങാന്ന് പറഞ്ഞോണ്ട് നിന്നെ കൊണ്ട് ഇവൾക്ക് എന്താടാ ഗുണമുള്ളേ? നീ ഇവിടെ എന്റെ ദേഹത്ത് തൊട്ടുള്ളൂ. അവൾക്ക് എന്റെ അടുത്ത് കാശ് വേണം പോലും. എന്നെ ഏട്ടാ ഒരു പാക്കറ്റ് സിഗരറ്റ്. എടാ, ഇന്ന് വിടറാ എന്നെ. നീ കൊറോണ പിടിപ്പിക്കാൻ വേണ്ടി വീണ്ടും വന്നോടെ ഇങ്ങോട്ട്. നിന്നോട് വരരുതെന്ന് പറഞ്ഞോ. എടാ, കയ്യിന്ന് വിടറാ കയ്യിന്ന്. എടാ, മുറച്ചിറക്കം കറി എന്നോട് കളിക്കരുത് നിന്നോട് പറഞ്ഞിട്ടുണ്ടോ? വിടറാ കയ്യിന്ന്. പോടാ. നിന്നോട് മുറച്ചിറക്കം കളി എന്നോട് അടുത്ത് വേണ്ട എന്ന് 2-3 വട്ടം പറഞ്ഞേ.
ഉടക്കത്തെ വയറ് എടാ വലിക്കാടാ എടാ വലിക്കാടാ എന്റെ വയറ് കൊണ്ടുള്ള വലിക്കാടാ എന്നോട് ഞാൻ പറഞ്ഞോട് എന്നോട് കളിക്കരുതെന്ന് ദേ, അവിടെ ഇരുന്നോണം കേട്ടല്ലോ. നീ ഇവിടെ ഇവിടെ ഉണ്ടായിരുന്നോണം. ഇവിടെ അമ്മ ആവശ്യമില്ലാതെ ഒരു കാര്യം പറയുന്നുണ്ട്. ആ മാളു ഒരു ലെമൺ സോഡ. ഇവിടെ അവൻ തൊട്ടുകൂട്ടാൻ എടുക്കണു. പോയി എന്നാ ഏട്ടാ ഇവിടെ അവൻ സോഡ പൊട്ടിക്കുന്നു. പോയിരിക്കാൻ പറയും. സോഡ മാത്രമല്ലോ ഒരു മിനിറ്റ് ഒരു കാര്യം പറഞ്ഞു ഒന്ന് വരും. മാളുവിന്റെ മുറച്ചെറുക്കനല്ലേ? ഹരി നിങ്ങൾ തമ്മിലുള്ള കല്യാണം ഉറപ്പിച്ചതാണോ? അങ്ങനെ ഉറപ്പിച്ചിട്ടൊന്നുമില്ല. എനിക്ക് മാളുവിനെ ഇഷ്ടമാണ്. പക്ഷേ അവൾക്കും എൻ്റെ വീട്ടുകാർക്കൊന്നും വലിയ താല്പര്യമൊന്നുമില്ല. പിന്നെ ഞാൻ ഈ പ്രതീക്ഷയിലങ്ങ് ജീവിച്ചു പോവാ. എന്നാ ശരി, എന്നാ ഞാൻ പോണേ. ആ ഡി പൈസ ഹലോ അതെ 2 പാക്കറ്റ് ബിസ്ക്കറ്റ് കൊണ്ടുവരാവോ? നിനക്ക് നേരത്തെ പറയാൻ പറ്റുന്നോ? ഞാൻ ടൗണിൽ നിന്ന് പോകുന്നില്ല. ഞാൻ മറന്നു പോയതാ. മാളുവിന്റെ കടയെന്ന് മേടിക്കേ. അവിടെ കട ഞാൻ കയറിയെന്ന് അറിയാമല്ലോ. ഒന്ന് നോക്കു മനുഷ്യ. ആ ശരി ശരി വെച്ചോ. മറക്കല്ലേ. അവിടെ കട തുറന്നിട്ട് ഞാൻ മേടിച്ചിട്ട് വന്നേക്കാന്നേ. വെച്ചോണേ. വരുന്നുണ്ട്. രാവിലെ മോന്തം കഴിഞ്ഞ് വന്നിക്കാണോ? കരിയല്ലേ ഇപ്പൊ അങ്ങോട്ട് ഓടിപ്പോയത്? അവനെ ഞാൻ കണ്ടോളാം. 2 പാക്കറ്റ് ബിസ്ക്കറ്റ് കിടന്നേ. പട്ടി ബിസ്ക്കറ്റ് എടുത്ത് കൊടുക്കണേ. അമ്മാവൻ ആ മാസ്ക് വെക്കും. ഓ അതിന്റെ കുറവുകൊണ്ട് നിനക്ക് കൊറോണ പിടിക്കണ്ട. നീ മടരാപ്പിനായിട്ട് വരുന്നീ നിന്റെ വേപ്പ് എത്ര അടി? 60. ഓ സഞ്ജി ഈസി വലിയ ചിലവോട് കേട്ടില്ല. അമ്മാവാ അതെ ചില്ലറയില്ല. ഞാൻ ഒരു കാര്യം ചെയ്യട്ടെ. ഇതേ ഇന്ന് നറുക്കെടുക്കുന്ന ലോട്ടറിയാ. ഇതിന്ന് ഒരു ലോട്ടറി തരട്ടെ. ഇന്ന് അമ്മാവാ. പിന്നെ നിന്റെ ഈ ലോട്ടറി എടുത്തിട്ടുണ്ട് എന്റെ വീട്ടിൽ അരി മേടിക്കാന്. ആ നിന്റെ തന്നെ വരുന്നോട്ടെ. ഇപ്പൊ അടിക്കും. ലോട്ടറി കേട്ടില്ല പിന്നെ ലാറ്റു വയറൻ വയറൻ കള്ള വയറൻ പോണ പോടാ പോടാ. എടാ ഹരിയേ, എടാ ഹരി. എന്താ മനുഷ്യ നിങ്ങൾ ഇങ്ങനെ ഒച്ച വെക്കുന്നത്? എന്തിയാടി നിന്റെ മുന്നാരെ മോനെ? ഞാൻ എത്ര നേരം ഈ കടയിൽ പോകാനായിട്ട് നോക്കിയിരിക്കുന്നേ. നിന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് പല പ്രാവശ്യം. നീ അവിടെ കടയുടെ മുമ്പിൽ നിന്ന് ഓടുന്ന കണ്ടോണ്ടാ ഞാൻ വന്നത്. നിനക്ക് അങ്ങനെ എന്തെങ്കിലും പ്രതീക്ഷ ഉണ്ടെങ്കിൽ അത് നടക്കിയല്ലോ കേട്ടോ. പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ വേണ്ട, നടക്കുകയല്ല. ഈ കുടുംബത്തിലും നാട്ടിലും എനിക്കൊക്കെ ഒരു വിലയുണ്ട് ഇവിടെ. ഒരു മുടത്തിന് ഞാൻ എൻ്റെ കുടുംബത്തിൽ കയറ്റിയല്ല കേട്ടോ. പറഞ്ഞു മനസ്സിലായടാ കേട്ടല്ലോ. മാളു മാളു ഇവിടുന്ന് കിട്ടിയേക്കുന്ന നമ്പറിനാണ് ഫസ്റ്റ് പ്രൈസ് അടിച്ചേക്കുന്നേ. ആ നമ്പർ ഒന്ന് നോക്കാവോ? പറഞ്ഞോ. നമ്പർ NJ 40 58 82. അത് നോക്കി വെച്ച് ഞാൻ ഇപ്പൊ വരാം കേട്ടോ. ശരി ഏട്ടാ. ഈ നമ്പർ കാണുന്നില്ലല്ലോ. ഇതെവിടെ പോയി? ഇനി അമ്മാവന് മാറ്റിവെച്ച ലോട്ടറി വല്ലതും ആണോ? അതെന്തി?
5 40 58 82. അമ്മാവനാണല്ലോ അടിച്ചത്. അമ്മാവനോട് പോയി പറയട്ടെ. ആ വെല്ലിച്ച, ഒന്ന് നിൽക്കാവോ? ഈ കടയൊന്ന് നിൽക്കാവോ? എനിക്ക് അമ്മാവൻ്റെ അടുത്തുനിന്ന് വരെയും പോവാനാ. എന്തിനാ മോളെ? അതെ, അമ്മാവൻ എടുത്തു വെച്ച ലോട്ടറിക്കാ 1ാം സമ്മാനം അടിച്ചത്. ഞാൻ ഈ ലോട്ടറി അവിടെ കൊണ്ട് കൊടുത്തിട്ട് വരാം. മാളു, അമ്മാവനാണ് ലോട്ടറി അടിച്ചത്. കൊടുക്കണ്ട മാളു, ലോട്ടറി നമുക്ക് അമ്മാവന് കൊടുക്കണ്ട, നമുക്ക് എടുക്കാവല്ലോ. പറയണ്ട, അമ്മാവന് കൊടുക്കണ്ട, നമുക്ക് എടുക്കാവുന്നേ. അതൊന്നും പറ്റത്തില്ല. വേണ്ട വെല്ലിച്ച, അതൊന്നും ശരിയല്ല. ഇത് അമ്മാവനുള്ളതാ. അങ്ങനെയൊന്നും ചെയ്യാൻ എനിക്ക് പറ്റില്ല. ഞാൻ പോയിട്ട് വരാം. മോളെ കൊടുക്കണ്ടടി, നിന്റെ വെല്ലിച്ചനല്ലേ പറഞ്ഞേ, നിന്റെ പൊന്നു വെല്ലിച്ചനല്ലേ പറയുന്നേ. മോളു, നീ ആ ലോട്ടറി കൊണ്ട കൊടുക്കാൻ പോവുകയാണെങ്കിൽ നീ നശിച്ചു പോടറി. ഞാൻ ഇച്ചിരി വെള്ളം കിട്ടുമോ നോക്കാനായിട്ട് ഇങ്ങനെ ഇറങ്ങിയതായിരുന്നു. വെള്ളം കാണുമോ? അയ്യോ, വാടാ. ആശാന്റെ ഉണ്ടായിരുന്നല്ലേ. നിനക്ക് എന്തോരം വെള്ളം വേണ്ട, വാടാ ഇങ്ങോട്ട്. ഇത് പോരേടാ ആശാനെ, ഇത് മതി ആശാനെ. വാടാ, ഇവിടെ ഇരിക്കടാ. എടുക്ക എന്നാടാ വെള്ളം. ഗ്ലാസ് ഗ്ലാസ് 2 3 എടുക്കാവിടെ കൊച്ചനെ. ഇനി എന്നാ നിനക്ക് വേണ്ടത്? തൊട്ടുകൂട്ടാനൊന്നും ഇല്ല ആശാനെ. ഹാ, അതൊക്കെ ഉണ്ടടാ. നീ എന്തിനാ പേടിക്കുന്നേ? ടച്ചിങ് ഒക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ട്. നീ അങ്ങ് ഒഴിക്കടാ. നിങ്ങളുടെ കുരുത്തങ്ങടെ പെണ്ണെന്തി ഇവിടെ ഉണ്ടായിരുന്നത്? എടാവേ, അവള് ലോട്ടറി അടിച്ചു അവിടെ അമ്മാവന്. ആ ലോട്ടറി ആയിട്ട് പോയേക്കുവാ കൊണ്ട കൊടുക്കാന്. എവിടെ? എത്ര സമ്മാനം? 1ാം സമ്മാനം അടിച്ചത്. 1ാം സമ്മാനം? ആ, എന്റെ ആശാനെ, നിങ്ങൾ എന്നെ മണ്ടനാ. നിങ്ങൾ ഓർമ്മ ഒഴിച്ചു ഒഴിക്കടാ അങ്ങോട്ട്. നീ ഒഴിക്കേ. ആശാനെ, നിങ്ങൾ അവളെ എനിക്ക് കെട്ടിച്ചതാ. നിനക്ക് കെട്ടിച്ചു തരാനോ? എന്റെ ആശാനെ, നമ്മളാ ലോട്ടറി അടിച്ച സാധനം ഉണ്ടല്ലോ, നമ്മൾ അതും കൂടി കടയങ്ങ് വിളിച്ചിട്ടുണ്ടല്ലോ, ഒരു ബാറങ്ങ് പണിയും. പിന്നെ ആശാനാ ബാറ് മുതലാളി. പിന്നെ നമ്മൾ ദിവസം കൂടുമല്ലോ ആശാനെ. പിന്നെ നമുക്ക് പിന്നെ ഈ കൂതറ അടിക്കുന്ന കാര്യമുണ്ടോ? നമുക്ക് വിസ്കി അടിക്കാൻ പാടില്ല ആശാനെ. എന്റെ പൊന്നോ, അതുകൊണ്ടൊന്നും കാര്യമില്ലടാ. അവൾ അവിടെ അമ്മാവന് ലോട്ടറി കൊണ്ടുപോയി, പിന്നെ നിന്നെ ആര് കെട്ടാനാടാ? എന്റെ പൊന്നാശാനെ, ഇത്രയും കഴിവുള്ള ചെറുപ്പക്കാരൻ നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടാനാ? ഞാനവളെ പൊന്നു പോലെ നോക്കൂ, ചുണ്ടത്തിരിക്കുന്ന ഹാൻസ് പോലെ ഞാൻ നോക്കൂ. നോക്കിയല്ല, നീ നോക്കിയല്ല. ഇല്ലടാ, അവള് നല്ല കൊമ്പല പിടിച്ചേക്കണേ. എടാ, നീ കഴിക്കുന്നില്ലടാവേ. നീ ഒഴിക്കേ, നമുക്ക് ആ കാര്യം തീരുമാനാക്കാടാ. നീ അങ്ങ് കഴി. എന്റെ തോമസേട്ടാ, അതൊന്നും നടക്കുകയല്ല. എന്റെ കുടുംബത്തിന് ചേർന്ന ബന്ധമല്ല അത് ഞാൻ പണ്ടേ അവനോട് പറഞ്ഞിട്ടുള്ളതാ. എന്റെ രാജപ്പ, ഇന്നത്തെ കാലത്ത് അങ്ങനെയൊക്കെ ഉണ്ടോ? പിള്ളേർക്ക് ഇഷ്ടമാണെങ്കിൽ അതൊക്കെ നടത്തി കൊടുക്കാനേ. തോമസേട്ടൻ പറയുന്നതൊക്കെ എനിക്ക് സമ്മതമാണ്, സമ്മതിക്കുന്നത്. പക്ഷെ ഒരു മുടന്തി പെണ്ണിനെ എന്റെ വീട്ടിലേക്ക് കയറ്റിക്കൊണ്ട് വരാൻ സമ്മതിക്കുകയില്ല. അതാരാ? മാളു വന്നല്ലോ. മാളു, നിനക്കൊരു കല്യാണക്കാരൻ ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുവായിരുന്നു. ആർക്ക്? എനിക്കോ? കൊള്ളാം. എനിക്കിപ്പോ കല്യാണമൊന്നും വേണ്ട. ഞാനിപ്പം വേറൊരു കാര്യം പറയാൻ വന്നതാ. അമ്മാവൻ കടയിൽ നിന്ന് സാധനം മേടിച്ചപ്പോഴേ ബാക്കി തരാൻ ചേഞ്ച് ഇല്ലാത്തതുകൊണ്ട് ഞാനൊരു ലോട്ടറി എടുത്ത് വെച്ചായിരുന്നല്ലോ, അതിനിപ്പോ 1ാം സമ്മാനം അടിച്ചേക്കുവാ. ലോട്ടറി എനിക്കോ? ഏത് അമ്മാവനാ കടയിൽ നിന്ന് മേടിക്കാതെ പോയ ലോട്ടറിക്കോ? ഞാൻ ആ ലോട്ടറി തരാൻ വന്നതാ. ഇതാ ലോട്ടറി. നീ ഇങ്ങ് താ മോളെ. രാജപ്പ, നീ ഇത് മേടിക്ക് രാജപ്പ. അമ്മാവ, ഞാൻ എന്നാ പോവുക. കടയില് വെളിച്ചിരം നിർത്തിയിട്ടാ വന്നേക്കുന്നേ. കണ്ടോ രാജപ്പ, ഇതുപോലെ പെൺകുട്ടികളെ കാണാനില്ല. ഇപ്പം മാളുവിനെ പോലെ പെൺകുട്ടികളുടെ സമ്പത്തിനല്ല വില കൽപ്പിക്കേണ്ടത്, ആ നല്ല സ്വഭാവത്തിന് നമ്മൾ വില കൽപ്പിക്കേണ്ടത്. ഇതുപോലെയുള്ള പെൺകുട്ടികൾ വീട്ടിൽ വരുന്നത് ഐശ്വര്യ. പണത്തിനും സൗന്ദര്യത്തിനുമല്ല കാര്യം ഇരിക്കുന്നത്. സത്യസന്ധമായ പെൺകുട്ടികളെ കിട്ടുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ കാലത്ത് നമ്മുടെ ആവശ്യം. നീ എന്താ വേണ്ടതെന്ന് രാജപ്പൻ തന്നെ തീരുമാനിക്കുക. ഞങ്ങൾ പോവുക. പോട്ടെ എന്നാ. ശരി, എന്നാ പിന്നെ കാണാം. എന്നാ ശരിയേ. മോനെ,